നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണമെന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയപ്പെട്ട വ്യക്തിയെ ഓർക്കുക. അവരുടെ പേര് മനസ്സിൽ 3 പ്രാവശ്യം പറയുക. നമുക്ക് ബോട്ടം കിട്ടിയിരിക്കുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഫൈവ് ഓഫ് സോർഡ്സ്, 10 ഓഫ് കപ്സ്, സെവൻ ഓഫ് സോർഡ്സ്, King of Wands, the Hierophant, Nine of Cups. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ടാരോ റീഡിങ്ങിൽ 10 ഓഫ് കപ്സ് ആൻഡ് 9 ഓഫ് കപ്സ് എന്നീ 2 കാർഡുകൾ ഒന്നിച്ചു വരുന്നത് അത്യപൂർവവും വളരെ പോസിറ്റീവുമായൊരു ഊർജ്ജമാണ്. ഈ കാർഡുകൾ ഏറ്റവും വലിയ സന്തോഷങ്ങളുടെയും സംതൃപ്തിയെയും സൂചിപ്പിക്കുന്നു. നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആ വ്യക്തി തിരികെ വരുന്നതിലൂടെ നിങ്ങൾക്ക് കേവലം ഒരു തിരിച്ചുവരവ് മാത്രമല്ല, ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരിക്കും സംഭവിക്കുക. ഭാവിയിൽ സുരക്ഷിതവും സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഉണ്ടാകുമെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് കാർഡുകൾ നൽകുന്നത്. നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യം തികച്ചും പൂർണ്ണതയോടെ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു. നിങ്ങൾ ചോദിച്ചതിലും ആഗ്രഹിച്ചതിലും കൂടുതൽ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഈ 2 കാർഡുകൾ വ്യക്തമാക്കുന്നത്. ഈ റീഡിങ്ങിൽ കിങ് ഓഫ് വാൺസും വന്നിട്ടുണ്ട്. ഇതവർക്ക് നിങ്ങളോട് ശക്തമായ ആകർഷണമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ആത്മവിശ്വാസത്തോടെ നിങ്ങളെ സമീപിക്കാനും നേരിട്ട് സംസാരിക്കാനും ബന്ധത്തിൽ അടുത്ത പടിയിലേക്ക് പോകാനും ഇവർ മുൻകൈയെടുക്കും. നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് ശക്തമായ ആഗ്രഹമുണ്ട്. ഒരു മടിയും കൂടാതെ വ്യക്തമായ പ്ലാനുകളോടെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഊർജം അവർ കാണിക്കും. ഇവിടെ 5 ഓഫ് സോർഡ്സ് കാർഡും വന്നിട്ടുണ്ട്. ഇതവരെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിൽ നിന്ന് തടയുന്ന ഭയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. മുൻപ് നിങ്ങളുമായി ഉണ്ടായ വാക്കേറ്റങ്ങൾ, ഈഗോ വഴക്കുകൾ അല്ലെങ്കിൽ പരസ്പരം വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ അവരുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. തിരികെ വന്നാൽ വീണ്ടും തർക്കങ്ങളിലേക്കും അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കും കാര്യങ്ങൾ പോകുമോ എന്നും അതിൽ തങ്ങൾ വീണ്ടും തോറ്റുപോവുകയോ മുറിവേൽക്കുകയോ ചെയ്യുമോ എന്നും അവർ ഭയപ്പെടുന്നുണ്ട്. കഴിഞ്ഞ കാലത്ത് അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റോ വീഴ്ചയോ വന്നിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുമോ അല്ലെങ്കിൽ നിരസിക്കുമോ എന്ന പേടി അവരെ തടയുന്നുണ്ട്. സംസാരം തുടങ്ങിയാൽ അത് വീണ്ടും തർക്കത്തിൽ അവസാനിക്കുമെന്ന ചിന്ത കാരണം അവർ സംസാരിക്കാൻ മടിച്ചു നിൽക്കുന്നു. 7 ഓഫ് സോർഡ്സ് കാർഡും ഇവിടെ വന്നിട്ടുണ്ട്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഭൂതകാലത്തിലെ കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കുകയോ കാര്യങ്ങൾ ഒളിച്ചു വെക്കുകയോ അല്ലെങ്കിൽ പകുതി സത്യങ്ങൾ മാത്രം പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തിരികെ വന്നാൽ അവരെ നിങ്ങൾ വീണ്ടും വിശ്വസിക്കുമോ എന്ന വലിയ ഭയം അവരെ തടയുന്നുണ്ട്. അവർ എന്തു പറഞ്ഞാലും നിങ്ങളത് സംശയത്തോടെയേ കാണൂ എന്ന ഭയം അവരിലുണ്ട്. ഭൂതകാലത്തിൽ അവർ ചെയ്ത കാര്യങ്ങളെ ഓർത്ത് അവർക്ക് കുറ്റബോധമുണ്ട്. കാര്യങ്ങൾ സത്യസന്ധമായി മറയില്ലാതെ തുറന്നു പറയാൻ അവർക്ക് വലിയ ധൈര്യക്കുറവുണ്ട്. പ്രശ്നങ്ങൾ നേരിട്ട് പരിഹരിക്കുന്നതിന് പകരം പരോക്ഷമായി സോഷ്യൽ മീഡിയ വഴി നിങ്ങളെ നിരീക്ഷിക്കുകയും മറ്റുമാണ് അവർ ചെയ്യുന്നത്. അവർക്ക് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. എന്നാൽ പഴയ തെറ്റുകളുടെ പേരിൽ അവരെ സംശയിക്കുമോ, വീണ്ടും തർക്കങ്ങൾ ഉണ്ടാകുമോ, അവരെ നിരസിക്കുമോ എന്നീ ഭയം കാരണം അവർ നിങ്ങളെ നേരിടാൻ ധൈര്യമില്ലാതെ മാറി നിൽക്കുകയാണ്. ഇതാണ് കാർഡുകളിലൂടെ പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.